ഒരു കൂർഗയാത്രയിലാണ് നിസർഗധാമ എന്ന സ്ഥലം കാണാനിടയായത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കാവേരി നദി പല വഴികളിലായി പിരിഞ്ഞൊഴുകി അതിനിടയിൽ രൂപം കൊണ്ട ഒരു പ്രകൃതിദത്ത ദ്വീപ്. അതാണ് കാവേരി നിസർഗധാമ എക്കോളജിക്കൽ പാർക്ക്. 64 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്ക് പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ട് തന്നെയാണ്. കുശാൽ നഗറിന് സമീപമുള്ള ഈ പ്രകൃതി ദ്വീപിലേക്ക് കടക്കാൻ ആദ്യം ഒരു തൂക്കുപാലം കടക്കണം. താഴെ ശാന്തമായി ഒഴുകുന്ന കാവേരി നദി. നദിയിലൂടെയുള്ള പെഡൽ ബോട്ടിങ്ങും ഇവിടെയുണ്ട്. വേനൽക്കാലത്ത് പോയപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. വെള്ളം കുറവാണ്, പക്ഷെ സേഫായിട്ട് നദിയിലേക്ക് ഇറങ്ങി നദിയെ ആസ്വദിക്കാൻ പറ്റി. കഠിന വേനലിലും നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാവേരി നദി. ദ്വീപിനുള്ളിലേക്ക് കടന്നാൽ മുളങ്കാടുകളും പലതരം മരങ്ങളും അവയിൽ പണിത ഏറുമാടങ്ങളും പക്ഷികളുടെ ശബ്ദവും അങ്ങനെ പ്രകൃതിയെ അറിയാതെ സ്നേഹിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം. കർണാടകത്തിലെ തലക്കാവേരിയിൽ ജനിക്കുന്ന കാവേരി നദി നൂറ്റാണ്ടുകളായി ദക്ഷിണേന്ത്യയുടെ ജീവനാഡിയായി നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഉത്ഭവിച്ച് 70-75 കിലോമീറ്റർ ഒഴുകിയാണ് ഈ ഭാഗത്തേക്ക് നദി എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പൊല്യൂട്ടഡ് അല്ലാത്ത കാവേരി നദിയാണ് നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കുക. 1989 കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായിട്ട് ഈ ദ്വീപിനെ മാറ്റിയെടുത്തത്. ഇത്തരം സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നത് വഴി മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, 2 കൈകളും 2 കാലുകളും പിന്നെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറുണ്ടായിട്ട് പോലും നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങളാണ് പ്രകൃതി സൃഷ്ടിക്കുന്നത്. ഒരു മഹത്തരമായ നദിയും ആ നദി സൃഷ്ടിച്ച ഒരു വനത്തിന്റെ കാഴ്ചയും. കാവേരി നദിയുടെ പല അത്ഭുതങ്ങളിൽ ഒന്ന് മാത്രം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പരിപാലിക്കുന്ന മാനുകളുടെയും മുയലുകളുടെയും പക്ഷികളുടെയൊക്കെ പാർക്കുകൾ ഇവിടെയുണ്ട്. നടത്തത്തിനിടയിലാണ് മിയാവാക്കി ഫോറസ്റ്റ് എന്നെഴുതിയ ഒരു ബോർഡ് കണ്ടത്. ഡോക്ടർ അകിര മിയാവാക്കി എന്ന ജപ്പാനിലെ സസ്യശാസ്ത്രജ്ഞനാണ് മിയാവാക്കി ഫോറസ്റ്റ് എന്ന വനവൽക്കരണ രീതി വികസിപ്പിച്ചെടുത്തത്. വളരെ പരിമിതമായ സ്ഥലത്തും പലതരം മരങ്ങൾ അടുത്തടുത്തായി നട്ടുപിടിപ്പിച്ച് പ്രകൃതിദത്തമായ വനം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ രീതി. ആദ്യത്തെ 2-3 വർഷത്തെ പരിപാലനം മാത്രം മതി ഇവയ്ക്ക്, പിന്നെ തനിയെ വളർന്നോളും. സ്ഥല സൗകര്യങ്ങൾ ഇല്ലാത്തിടങ്ങളിൽ പോലും ഒരു ചെറിയ വനം ഉണ്ടാക്കാൻ നമുക്ക് ഈ രീതി ഉപയോഗിക്കാവുന്നതാണ്. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ കാവേരി നദിയുടെ രൂപവും ഭാവവും ഇങ്ങനെ ആയിരിക്കില്ല. ഇതുപോലെ നദിയിലേക്ക് ഇറങ്ങാൻ തന്നെ സാധിക്കണമെന്നില്ല. കാവേരി നദിയിലെ ഇതുപോലുള്ള ആഴം കുറഞ്ഞ ഏരിയകളിൽ മാത്രമാണ് ടൂറിസ്റ്റുകൾക്ക് ഇറങ്ങാനുള്ള അനുവാദം ഉള്ളത്. ഈ ദ്വീപ് കാണാൻ വരുന്നവര് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഇവിടെ തന്നെയായിരിക്കും. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഈ ഏരിയയിലൊക്കെ ഉള്ളത്. പുറത്ത് നല്ല വെയിലിന്റെ ചൂടുണ്ടെങ്കിലും കാവേരി തീരത്ത് തിങ്ങി നിറഞ്ഞു വളരുന്ന ഈ മരങ്ങൾ കാരണം ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് ഈ ഭാഗങ്ങളിലൊക്കെ. എത്ര സമയം വേണമെങ്കിലും നമ്മൾ ഇവിടെ ഇരുന്നു പോകും. പിന്നെ പ്രകൃതിയെ നോവിക്കാതെ ഇത്തരം കാഴ്ചകൾ കണ്ട് മടങ്ങുക എന്നത് ഒരു സഞ്ചാരിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി കൂടെയാണ്. അപ്പോൾ മറ്റൊരു ട്രാവൽ സ്റ്റോറിയായി നമുക്ക് വീണ്ടും കാണാം.